പത്തനംതിട്ട തണ്ണിത്തോടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രകോപന പ്രസംഗവുമായി CPIM നേതാവ്. തണ്ണിത്തോട് ലോക്കൽ സെക്രട്ടറി പ്രവീൺ പ്രസാദാണ് ഭീഷണി പ്രസംഗം നടത്തിയത്. യൂണിഫോം ഇട്ടാൽ ഒന്നും ചെയ്യില്ല, അത് അഴിച്ചുവെക്കുന്ന സമയത്ത് കൈകാര്യം ചെയ്യും എന്നായിരുന്നു ലോക്കൽ സെക്രട്ടറിയുടെ പ്രകോപന പ്രസംഗം. CITUവിന്റെ കൊടിയിൽ തൊട്ടാൽ കൈവെട്ടുമെന്നും CPIM നേതാവിന്റെ ഭീഷണി. കൊടി നാട്ടാൻ ഞങ്ങൾക്ക് അറിയാമല്ല. ആ ഇന്നലെ നീ ഊരിയ കൊടിയുണ്ടല്ലോ, ആ ഊരിയ നിന്റെ കൈയുണ്ടല്ലോ, ആ കൈയാണ് വെട്ടിയെടുക്കും. യൂണിഫോമിൽ കയറി തന്നാത്തത് ഇടതുപക്ഷ പ്രസ്ഥാനം ഈ കേരളത്തിന്റെ മണ്ണിലുള്ളത് കൊണ്ട്, ഭരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ സമാധാനപരമായി സമരങ്ങളും പോരാട്ടങ്ങളും സംഘടനയും രൂപീകരിക്കും. അതിനെതിരെ മേക്കിടാൻ വന്നാൽ ഈ പറയുന്ന യൂണിഫോം ഇടുന്ന സമയം അല്ലാതെ സമയമുണ്ട്, കൈകാര്യം ചെയ്യേണ്ടി വരും നിന്നെ. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, ഏത് സാഹചര്യത്തിലാണ് ഈ LC സെക്രട്ടറി ഇത്ര പ്രകോപനപരമായി പ്രതികരിച്ചത്? തീർച്ചയായും അക്കാര്യത്തിലൊരു പ്രകോപന പ്രസംഗം നടത്തിയതിന്റെ കാരണം അടവി കൊട്ടവഞ്ചി കേന്ദ്രത്തിൽ CITU യൂണിയൻ രൂപീകരിച്ചിരുന്നു. അവിടെ ഒരു കൊടിമരം സ്ഥാപിച്ചിരുന്നു. ഇത് സ്ഥാപിച്ച ആളുകൾക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതിനെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ ഞുള്ളൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രകോപന പ്രസംഗം പ്രവീൺ പ്രസാദ് എന്ന CPMന്റെ തണ്ണിത്തോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നടത്തുന്നത്. കൈകാര്യം ചെയ്യും, യൂണിഫോം അഴിച്ചു വെച്ചാൽ എന്തായാലും കൈകാര്യം ചെയ്യും, കൊടിയിൽ തൊട്ടാൽ കൈവെട്ടുമെന്ന ഒരു ഭീഷണിയാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ റൂബിൻ ലാലോ അല്ലെങ്കിൽ സാധാരണ മനുഷ്യരോ ഒക്കെ ആണെങ്കിൽ വനംവകുപ്പ് പരാതിയും കേസുമൊക്കെയായി മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷേ യാതൊരു കേസോ അല്ലെങ്കിൽ ഒരു നടപടിയോ സ്വീകരിക്കാൻ ഇതുവരെ വനംവകുപ്പ് തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.